രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 123-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 123-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ രാധാറാണിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണിത് 123 എപ്പിസോഡിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുക്കുക. അതിനകത്ത് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 123 തൊട്ട് കണ്ടു തുടങ്ങുക. പിന്നെ അതിന് മുമ്പുള്ളത് പതുക്കെ പതുക്കെ സമയം കിട്ടുമ്പം കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം കിട്ടും. വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. അതേ കണക്ക് വെള്ളിയാഴ്ച 12 മണിക്ക് നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ധർമ്മപദം കിട്ടും. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് നോക്കാം. അല്ല നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് ചേരേണ്ടവർക്ക് അങ്ങനെ വരാം. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു രീതികൾ നോക്കുക. പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ മാസത്തിൽ ജനിച്ചവരും ഏത് തീയതികളിൽ ജനിച്ചവരെ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്നൊരു പുതിയ പന്തി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും 9645333999 എന്ന എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്. പിന്നെ അതേ കണക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ ഭക്തമീരയുടെ കഥയുണ്ട്. പിന്നെ ജനറൽ ഐറ്റം എന്നും പറഞ്ഞ് ഒരുപാട് അറിവുള്ള കാര്യം, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമല്ലോ. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എന്റെ കൂടെ ഏറ്റു വിളിച്ചോളൂ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എന്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. അപ്പൊ നിങ്ങൾ എന്റെ മാതാവ് എന്ന് വിളിക്കണം. അത് കേട്ടോളൂ. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. അപ്പൊ നിങ്ങളും അങ്ങനെ പറയണം. നിങ്ങളും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ തരേണ്ട ചുമതല രാധാറാണി അമ്മയുടേതാണ്. അങ്ങനെ നിങ്ങൾ മനംനൊന്ന് പറയണം. അല്ലെങ്കിൽ മനസ്സിൽ നിറഞ്ഞു പറ, എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കൃഷ്ണനെ കുറിച്ചും ഒരു കവിത എഴുതി ദേവി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദേവി ദേവദാർ എന്നാണെന്ന് തോന്നുന്നു പേര്. ദേവി എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദേവി ദേവദാർ. അപ്പൊ ദേവി ദേവദാർ എനിക്കൊരു കവിത പാടി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേൾക്കുക. ദേവിയുടെ ശബ്ദത്തിൽ ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കുക. കഴിവുള്ള ഒരു എഴുത്തുകാരിയാണ്. കൃഷ്ണനെ കുറിച്ചും രാധയെക്കുറിച്ചും നിങ്ങൾക്ക് ആർക്ക് ഒരു കവിത എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, രാധാകൃഷ്ണന്മാരെ കുറിച്ചുള്ള കവിത, രാധേറാണിയെ കുറിച്ചുള്ള കവിത, കൃഷ്ണനെ കുറിച്ചുള്ള കവിത, നിങ്ങളത് എഴുതി ഈണത്തിൽ ചൊല്ലി അയച്ചു തന്നാൽ നിശ്ചയമായും രാധയുടെ പ്രണയത്തിൽ നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നാൽ അത് വെച്ച് നമുക്ക് ഇടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ചരിച്ചു വെച്ചിട്ട് വേണം എടുക്കേണ്ടത്, നേരെ വെച്ചിട്ടല്ല. അതേ കണക്ക് നമ്മുടെ ഇത് കേൾക്കുന്ന പുരുഷന്മാരൊക്കെ നല്ല പാടുന്നവർ കാണത്തില്ലേ? സ്ത്രീകൾ മാത്രമാണ് ഈ അയച്ചു തരുന്നത്, പുരുഷന്മാരയച്ചതാ. നിങ്ങളുടെ പാട്ട് കേൾക്കാനും ഒക്കെ ഭഗവാൻ ആഗ്രഹമുണ്ട്, രാധാറാണിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ദേവി പാടുന്നത് കേൾക്കുക. അതിനുശേഷം നമുക്ക് തുടങ്ങാം. രാധേ നിൻ പ്രണയം പാലാഴിയായി ഈ വിശ്വമാകെ അലയടിക്കുന്നിതാ. രാധേ നിൻ കണ്ണനെ കാണുവാൻ പോലും നിന്നന്തരാത്മാവിൻ കവാടം കടക്കണം. അനുരാഗ പൂജ ചെയ്തിടുവാനെന്നും രാധേ നിൻ നാമമാ പ്രണയമന്ത്രം. യമുനയായൊഴുകട്ടെ രാധേ നിൻ പ്രണയം ഈ ഭൂമിയാകെ വൃന്ദാവനമാകുവാൻ. അപ്പൊ ദേവി രാധാറാണിയെ കുറിച്ച് പാടിയത് കേട്ടല്ലോ. ഇതിനിടയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് എന്നെ കാണാനായിട്ട് ആ അമ്മ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നിന്ന് വരുന്നതാണ്. ഏതാണെന്നറിയാമോ? ആ സ്ഥലത്തിൻ്റെ പേരും ഒന്ന് മറന്നുപോയില്ലേ? വൈറ്റില, എറണാകുളത്ത് വൈറ്റിലയിൽ നിന്ന് വന്ന ഒരമ്മയാണ്. ആ അമ്മയും അമ്മയുടെ കൂടെ അമ്മയുടെ മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കാണാനായിട്ട് വന്നു. എന്നെ കാണപ്പോൾ ഞാൻ ഇങ്ങോട്ട് കതക് തുറന്നതും ഒരമ്മയാണ്. ഒരു എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ പോയാലും നല്ല മുടിയൊക്കെ നനച്ച് ഒരു 70, ഒരു 65-66 വയസ്സിനടുത്ത് വെച്ചുള്ള ഒരമ്മയാണ്. എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു വയസ്സ് എത്രയെന്ന് ചോദിക്കാൻ പറ്റുമോ? ഈ കതക് തുറന്ന് എന്നെ കണ്ട ഉടനെ ഈ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ 2 കൈയും അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ എനിക്കവിടെ അകത്ത് പിള്ളേരിപ്പുണ്ട്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെത്. അപ്പോൾ ഈ അമ്മ എൻ്റെ 2 കൈയും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ അമ്മ പറയുകയാണ്, രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. കാരണം ആ കയറുന്ന ഹാളിൽ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അമ്മ വന്ന് ഇങ്ങനെ ഞാൻ വാതിൽ തുറന്നു, കയറി വാന്ന് പറഞ്ഞ് അമ്മ അകത്തോട്ട് കയറിയിട്ടാണ് എൻ്റെ കൈ പിടിച്ചിട്ട് ഇത് വന്നത്. പക്ഷേ
എനിക്ക് ആ അമ്മയെ അങ്ങേയറ്റം എന്താ പറയേണ്ടത്, എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. പിന്നെ എനിക്ക് മറ്റൊന്നൊരു പ്രശ്നമല്ല. അപ്പം ഞാനും ആ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പം ആ മോൾ എന്നോട് പറഞ്ഞു, സാറേ അമ്മയ്ക്ക് ഇപ്പം എപ്പോഴും ഇങ്ങനെയാണ്, നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇങ്ങനെയാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ മോനെ, ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ജീവനം എടുക്കണം. രാധേ രാധേ ഓ രാധേ രാധേ. അതുകൊണ്ട് ഞാനങ്ങ് എപ്പോഴും പാടും മോനെ, കാരണം എപ്പോഴാ ജീവൻ പോന്നേന്ന് അറിയത്തില്ലല്ലോ, ഞാൻ വയസ്സായില്ലേ. അപ്പൊ എനിക്ക് ഈ പാട്ട് പാടി ജീവിതം അവസാനിക്കണം. അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെയും ആഗ്രഹം അതാണ്. രാധേ രാധേ ഓ രാധേ രാധേ എന്ന് പാടിക്കൊണ്ട് നിൽക്കുന്ന നിമിഷം, ആ നിമിഷം നമ്മൾ വീണങ്ങ് മരിക്കണം, രാധാറാണി ഒന്ന് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ ഞങ്ങളെ വീട്ടിലിപ്പം രാധേ രാധേ ഓ രാധേ രാധേ പാടുന്നുണ്ട്, ഞങ്ങളെ മക്കൾ പാടുന്നുണ്ട്. അപ്പം ഒരു ബിരുദൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ ഇത് വൈറലായി കേട്ടോ, അവരെ 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുകയാണ്, വൈറലായെന്ന് പറഞ്ഞു. പക്ഷേ ഈ അമ്മ വന്നിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ കയ്യും പിടിച്ചിട്ട് ഒരു നൃത്ത ചുവട് പോലെ രാധേ രാധേ ഓ രാധേ രാധേ എന്ന് പറഞ്ഞു എൻ്റെ കുട്ടികളുടെയൊക്കെ കണ്ണ് തള്ളി ഇരിക്കുകയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതാണ് രാധാഭക്തി, ഇതാണ് രാധാഭക്തി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുട്ടികളോട്, എനിക്ക് അധികം സംസാരിക്കാൻ സമയമില്ല, കാരണം ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് ഞാനൊരു പെർമിഷൻ ചോദിച്ചു, ഒരു 10 മിനിറ്റ് ഈ അമ്മയുമൊത്ത് ചെലവഴിച്ചു. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. പങ്കജാക്ഷി എന്നാണ് അമ്മയുടെ പേര്. നല്ല ഐശ്വര്യമുള്ള ഒരമ്മ, നല്ല ഐശ്വര്യമുള്ളൊരമ്മ. അതാണ് ചന്ദനക്കുറിയും ഒക്കെ ഇട്ട് അമ്മ നന്നായി വെളുത്ത്, അമ്മയ്ക്ക് നല്ല മുടിയും ഉണ്ട്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ആഹാ അമ്മയ്ക്ക് നല്ല മുടിയും ഉണ്ട്, അമ്മ നല്ല സുന്ദരി കുട്ടിയാണല്ലോ. എന്തായാലും വയസ്സ് ചെന്നവരുടെ ഇടയിലും രാധേ രാധേ ഓ രാധേ രാധേ ഒരു വൈറലായതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നും കൂടെ പറയട്ടെ, ഈ പാട്ടും പാടിക്കൊണ്ട് ആ അമ്മ എനിക്കൊരു ഉമ്മയും തന്നു. ഞാനും ആ അമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ എൻ്റെ രാധേ രാധേ ഓ രാധേ രാധേ പ്രായം ചെന്നവർ പാടുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ആ അമ്മ പറഞ്ഞൊരു പോയിന്റ് ശരിയാണ് കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാൻ മോനെ. അപ്പോൾ ഈ പാട്ട് പാടി എനിക്കങ്ങ് ജീവൻ പോകണം, ഇനി എന്തോന്ന് ചിന്തിക്കാൻ, ഇത്രയും നാൾ ഞാൻ വേറെ പോയില്ലേ, ചിന്തിച്ചില്ലേ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അമ്മ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒരു അര ഡാൻസിൽ പാട്ടും പാടിയാണ് നടക്കുന്നത്. അമ്മയുടെ ആഗ്രഹം രാധാറാണി സാധിച്ചു തരും. അതുപോലെ എൻ്റെ ആഗ്രഹവും എൻ്റെ രാധാറാണി സാധിച്ചു തരും. എനിക്കും ഇതേയുള്ള ആഗ്രഹം, എൻ്റെ ജീവൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കണം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വിയർത്ത് കുഴഞ്ഞങ്ങ് വീണ് രാധാറാണി അമ്മ വന്ന് എന്നെ കൊണ്ടുപോകണം. ഇതാണ് എൻ്റെയും ആഗ്രഹം. ഇങ്ങനൊരു സംഭവം നടന്നു. ഇനി നമുക്ക് ആദ്യം രാധാറാണിയുടെ ഒരു കൊച്ചു കഥയിലേക്ക് വരാം, അതിനുശേഷം നമുക്കിതിലേക്ക് വരാം. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. രാധാറാണി കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ അവൻ അജയ്യനാണെന്നും അവനെ വധിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല എന്നും ആര് മനസ്സിലാക്കുന്നു? കംസ മഹാരാജാവ് മനസ്സിലാക്കുന്നു. അങ്ങനെ കംസ മഹാരാജാവ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തരായ 2 രാക്ഷസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോകണം. അവൾ അതിസുന്ദരിയാണ്, അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇല്ല. അവളെ എല്ലാവരും രാധ എന്നാണ് വിളിക്കുന്നത്. അവൾ കൈകൊണ്ട് വെച്ചു തരുന്ന ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്നെ വധിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. എന്നു മാത്രവുമല്ല, അവൾ അത്രമേൽ സുന്ദരിയായതുകൊണ്ട് അവളെ എനിക്ക് എന്നോടൊപ്പം താമസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, സൗന്ദര്യമുള്ള സ്ത്രീകൾ എന്നും കംസ മഹാരാജാവിൻ്റെ ബലഹീനതയാണ്. എന്നിട്ട് കംസൻ പറഞ്ഞു, ഒരു കാര്യം, അവളുടെ ശരീരത്തൊരു പോറല് പോലും വീഴാൻ പാടില്ല, നിങ്ങൾ അവരെ തൊടാനും പാടില്ല, മറ്റു പുരുഷന്മാരവളെ സ്പർശിക്കരുത്, അവൾ വരട്ടെ, അവൾ കംസനുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു രാക്ഷസിയെയും കൂടെ കൊണ്ടുപോവുക. അവളെ കൊണ്ടുവരേണ്ടത് രാക്ഷസിയുടെ ചുമതലയായിരിക്കണം. അവിടെ വാളോ മറ്റോ പ്രയോഗിക്കരുത്. അവളെ നന്നായി ഭയപ്പെടുത്തി കൊണ്ടുവരിക, സൂക്ഷിച്ചു വേണം പോകാൻ.
ആ കൃഷ്ണൻ എന്ന ബാലൻ സമീപത്തില്ലാത്തപ്പോൾ വേണം നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോഴേക്കും രാധാറാണിക്ക് ഏതാണ്ട് 20 വയസ്സിനോളം അടുത്ത് വരുന്ന സമയമാണ്. അങ്ങനെ രാധാറാണി തൊട്ടടുത്ത നാരായണ ക്ഷേത്രത്തിൽ പോയി പൂജയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാധാറാണി ആ വിശാഖയുമായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്നു വിശാഖയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വിജനമായ ആ പാത, അല്പം കാട് നിറഞ്ഞ പാത, അതിലൂടെ നടന്നാണ് രാധാജിയുടെ വീട്ടിലേക്ക് എത്തേണ്ടത്. അങ്ങനെ രാധാറാണി നടന്നു വന്നപ്പോൾ കാണാം, പെട്ടെന്ന് വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നിന്ന് 2 പേര് ചാടി ഇറങ്ങി രാധാറാണിയുടെ മുമ്പിൽ നിന്നു. അപ്പൊ രാധാറാണി ആദ്യം ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്ന് ചാടി വീഴുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് മാറും. അപ്പൊ രാധാറാണി പറഞ്ഞു, നിങ്ങൾ ആരാണ് വഴിമാറൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ കംസ മഹാരാജാവ് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്. രാധേ, നിനക്കവിടെ രാജ്ഞിയെ പോലെ ജീവിക്കാം, നീ ഞങ്ങളോടൊത്ത് വരണം. അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാജ്ഞിയേക്കാൾ മെച്ചമായിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് വഴിന്ന് മാറും. അപ്പോൾ രാക്ഷസന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ രാക്ഷസന്മാര് പല പല രൂപങ്ങൾ സ്വീകരിച്ചിട്ട് രാധാറാണിയെ ഭയപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ രാധാറാണി ഇതൊക്കെ കണ്ടിട്ട് ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒടുവിൽ രാക്ഷസന്മാര് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകണമോ അതോ നീ ഞങ്ങളോടൊപ്പം വരുന്നോ? എന്തു പറയുന്നു? അപ്പോൾ രാധാറാണി പറഞ്ഞു, എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? എന്തുകൊണ്ടെന്നോ, എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട്. എനിക്കൊരു ചെറിയ ആപത്ത് വന്നാൽ അവൻ വന്നിരിക്കും. അപ്പൊ രാക്ഷസന്മാര് ചിരിച്ചിട്ട് പറഞ്ഞു, നീ പറയുന്ന അവൻ ആരാണ്? നീ പറയുന്ന അവൻ നിന്റെ കൃഷ്ണനല്ലേ? അവന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവൻ ഒരു കാരണവശാലും ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം വരണം. രാധാറാണി പറഞ്ഞു, ഇനി മാറി നിൽക്കാനാണ് പറയുന്നത്. അപ്പോഴേക്കും രാക്ഷസന്മാർക്ക് ദേഷ്യം വന്നു. രാക്ഷസന്മാര് കംസൻ പറഞ്ഞേൽപ്പിച്ച കാര്യം പോലും മറന്നുപോയി. അവന്മാര് പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. നീ എന്താ കരുതിയത്? ഇത്രയും നേരം ഞങ്ങൾ കാര്യമായിട്ടാണ് നിന്നത്. നീയല്ലേ പറഞ്ഞത് അവൻ വരുമെന്ന്. അവൻ വരുമെങ്കിലൊന്ന് കാണട്ടെ, നിന്നെ രക്ഷിക്കാൻ അവൻ വരുമെങ്കിലൊന്ന് കാണട്ടെ. അപ്പൊ രാധാറാണി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അവൻ വരും. എന്റെ സമീപത്തേക്ക് ഒരു ചുവട് നീ നീങ്ങിയാൽ അവൻ വരും. അവൻ വന്നിരിക്കും. ആണോ? എങ്കിൽ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാക്ഷസൻ ഒരടി മുന്നിലേക്ക് വെച്ചതും അതിമനോഹരമായ ഒരു വേണുഗാനം, ആരെയും മനം മയക്കുന്ന ഒരു വേണുഗാനം. രാധാറാണി പുഞ്ചിരിച്ചു. രാധാറാണി പറഞ്ഞു, അവൻ വരുന്നു, അവൻ വരുന്നു, അവൻ വരുന്നു. അപ്പോൾ ആരെയും മനം മയക്കുന്ന പുഞ്ചിരിയുമായിട്ട് കൃഷ്ണൻ അവിടെ എത്തി. കൃഷ്ണൻ പറഞ്ഞു, അല്ല രാധ, ഇത് എന്താണ്? ഇവിടെ ആകെ ഒരു ബഹളമല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്നെയും കൊണ്ടേ പോകൂ എന്ന് വാശി പിടിച്ചതായി ഇവര് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് രാക്ഷസി മറ്റൊരു മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. സന്ദർഭം വരുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ പറഞ്ഞു, ആഹാ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അത് കംസ മഹാരാജാവ് പറഞ്ഞിട്ടാണ്. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കംസ മഹാരാജാവിനോട് പറയൂ, രാധ എൻ്റെ പെണ്ണാണ്. അവളുടെ ശരീരത്ത് സ്പർശിക്കുന്നതാരായാലും, അത് കംസനായാലും ശരി തന്നെ, ശിരസ് നിലത്ത് കിടന്ന് ഉരുണ്ടിരിക്കും. എന്നിട്ട് ഇവരോട് ചോദിച്ചു, ധൈര്യമുണ്ടോ കൊണ്ടുപോകാൻ? എന്നാ കൊണ്ടുപോയിക്കുള്ളൂ, രാധയെ കൊണ്ടുപോയിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ രാധയെ കൊണ്ടുപോയിക്കുള്ളൂ. പെട്ടെന്ന് അവൻ മുന്നോട്ട് വന്നു. കൃഷ്ണൻ നിന്ന നിപ്പിൽ തൻ്റെ തള്ളവിരൽ നിലത്തൂന്നിയിട്ട് ഒന്ന് കറങ്ങി
ആ തരംഗത്തിൽ രണ്ടുപേരുടെയും ശിരസുകൾ കൃഷ്ണന്റെ കാലുകൾക്കിടയിലായി. പെട്ടെന്നൊരു അഭ്യാസിയെ പോലെ കൃഷ്ണൻ ഒന്ന് കലങ്ങി മറിഞ്ഞു, തല തിരിഞ്ഞു മറിഞ്ഞു. അതോടുകൂടി ഇവരുടെ തല താഴെയും കാലും മുകളിലുമായി. പെട്ടെന്ന് കൃഷ്ണൻ നിലത്തിട്ട് 2 ചവിട്ട്. അതോടുകൂടി അനങ്ങാൻ വയ്യാത്ത പരുവത്തിലായി. കൃഷ്ണൻ അവരെ എണീപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുന്നില്ല. കാരണം രാധ ആരാണെന്ന് നിന്റെ യജമാനൻ അറിയണം, കംസൻ അറിയണം. ചെല്ലു, ചെന്നു പറയൂ, രാധയെ തൊടാൻ ആരെങ്കിലും അയച്ചാൽ അവൻ വരും എന്ന് രാധ പറഞ്ഞാൽ അവൻ വന്നിരിക്കും. സംശയമൊന്നും വേണ്ട. എന്റെ രാധ അവൻ വരും എന്ന് പറഞ്ഞത് കേട്ടിട്ട് തന്നാണ് ഞാൻ വന്നത്. ചെന്നു പറയൂ കംസനോട്, ധൈര്യമുണ്ടെങ്കിൽ രാധയെ തൊടാൻ. അപ്പോൾ രാക്ഷസന്മാരൊന്നും മിണ്ടാതെ വെച്ചുപോയി. രാക്ഷസിയാകട്ടെ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് അടുത്ത മരത്തിലേക്കും അവിടുന്ന് അടുത്ത മരത്തിലേക്കും ചാടിപ്പോയി. ഏതോ മരങ്ങളുടെ ശിഖരങ്ങൾ ഇങ്ങനെ ആടുന്നത് കണ്ടു. കൃഷ്ണൻ എല്ലാം മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ രാധ കൃഷ്ണനോട് ചോദിച്ചു, അല്ല കൃഷ്ണ, നീ വീട്ടിൽ പോയെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ ഞാൻ ഈ ആപത്തിൽപ്പെട്ടതും ഞാൻ വിളിച്ചതും നീ എങ്ങനെ അറിഞ്ഞു കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീയല്ലേ പറയുന്നത് ഞാൻ കള്ളക്കണ്ണനാണ്, ഞാൻ മാജിക്കുകാരനാണ്, പിന്നെ ചിലർ പറയും ഞാൻ ദുർമന്ത്രവാദിയാണ്. അതേ രാധേ, നിന്നെ കിട്ടിയപ്പോ ഉണ്ടല്ലോ, ഞാൻ ഒരു ദിവസം നിന്റെ മുഖമെടുത്ത് എൻ്റെ കൈകളിൽ എടുത്തു വെച്ചിട്ട് ഒരു ദുർമന്ത്രവാദം ചെയ്തു രാധേ. അതനുസരിച്ച് നീ എപ്പോൾ ആപത്തിൽപ്പെട്ടാലും നിന്റെ ശിരസിൽ നിന്നൊരു കുറുനരി, അതായത് ഒരു ചെറിയ തലമുടി എൻ്റെ കവിളിൽ വന്ന് പറ്റിയിരിക്കും പറന്ന്. അതൊരു ദുർമന്ത്രവാദമാണ്. ദേ നീ നോക്കൂ. നോക്കിയപ്പോൾ രാധാറാണിയുടെ ചുരുണ്ട ഒരു തലമുടി കൃഷ്ണന്റെ കവിളിൽ അങ്ങനെ പറ്റിയിരിക്കുന്നു. അപ്പോൾ രാധാറാണി കൃഷ്ണന്റെ നെഞ്ചത്ത് 2-3 ഇടി ഇടിച്ചിട്ട് പറഞ്ഞു, നീ കള്ളമന്ത്രവാദിയാണ്, നീ കള്ളമന്ത്രവാദിയാണ്, നീ മാജിക്കുകാരനാണ്. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. പരിസരം മറന്നു നിന്നു. കൃഷ്ണൻ രാധാറാണിയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഈ സമയത്ത് രാധാറാണിയെ കാണാത്തത് കൊണ്ട് 4 ചുറ്റും ഇങ്ങനെ ആളുകൾ തിരക്കി ഇറങ്ങി. അവിടെ രാധാറാണിയുടെ കപിലച്ചിറ്റ കൃഷ്ണൻ നിന്ന വഴിക്ക് വന്നു. അപ്പോഴാണ് കാണുന്നത് കൃഷ്ണനും രാധാറാണിയും പരസ്പരം ആലിംഗന ബദ്ധരായി നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ കപിലച്ചിറ്റ പൊട്ടിത്തെറിച്ചു, രാധേ. അപ്പൊ കൃഷ്ണനും രാധാറാണിയും മാറി. എന്ത്? നീ അയ്യന് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണ്, കുട്ടിക്കാലം തൊട്ടേ അയ്യന് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണ് നീ. അപ്പൊ രാധാറാണി പറഞ്ഞു, ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു. ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. മറ്റുള്ളവർ അയ്യന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വെച്ചവരും നിങ്ങളും തമ്മിൽ, എനിക്കതിന്റെ ബാധ്യതയില്ല. ദേ ഈ നിൽക്കുന്ന കൃഷ്ണനാണ് എൻ്റെ പുരുഷൻ. അപ്പോൾ പറഞ്ഞു, അവൻ നിന്നെക്കാട്ടിയും എത്ര വയസ്സിന് ഇളയതാണെന്നറിയാമോ? അപ്പോൾ രാധാറാണി പറഞ്ഞു, ഏതിൻ്റെ കാര്യത്തിലാണ്? ശരീരത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിലോ പ്രണയത്തിൻ്റെ കാര്യത്തിലോ? പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിനൊരു ഉത്തരം പോലും പറയാൻ വയ്യ. കൃഷ്ണനും രാധയും ഒന്നാണ്. അതുകൊണ്ട് കപിലച്ചിറ്റെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരയ്യനും ഉള്ളതല്ല രാധ, രാധ കൃഷ്ണനുള്ളതാണ്. അതോടെ കപിലച്ചിറ്റയുടെ നിയന്ത്രണം വിട്ടു. കപിലച്ചിറ്റ പറഞ്ഞു, എന്ത്, നീ തർക്കുത്തരം പറയാറായോ എന്ന് പറഞ്ഞ് രാധാറാണിയുടെ മുഖത്തെ കടിക്കാൻ കൈ ആഞ്ഞു വീശിയതും ഒരു ഉരുക്ക് മുഷ്ടിക്കുള്ളിൽ ആ കൈയായി. തൻ്റെ കൈ ഒടിഞ്ഞു മടങ്ങുന്നത് പോലെ കപിലച്ചിറ്റയ്ക്ക് തോന്നി. കപിലച്ചിറ്റ പറഞ്ഞു, അയ്യോ, ഇതെന്താണിത്, എൻ്റെ കൈ വിട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ആ ആള് കപിലച്ചിറ്റയുടെ കൈയും പിടിച്ച് തിരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന് തൻ്റെ മുന്നിലേക്ക് നിർത്തി. അത് കണ്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു. രാധാറാണി അന്തം വിട്ടുപോയി.
ബലരാമൻ ജ്യേഷ്ഠൻ. ബലരാമൻ ജ്യേഷ്ഠൻ വന്നിട്ട് പറഞ്ഞു, നോക്കൂ, എൻ്റെ അനുജന്റെ പെണ്ണാണ് രാധ. ഈ കൃഷ്ണൻ ആരാണെന്നറിയാമോ? എനിക്ക് എന്നേക്കാൾ വലുതാണവൻ. ഈ ബലരാമന് കൃഷ്ണൻ കഴിഞ്ഞേ ഉള്ളൂ. ഈ ബലരാമന്റെ സ്വന്തം ജീവനും ജീവിതവും, അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ് ബലരാമൻ. എൻ്റെ അനുജന്റെ പെണ്ണാണ് രാധ. അവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കപിലച്ചിറ്റേ, അവളുടെ നേർക്ക് കൈ ആരുടേത് പൊങ്ങിയാലും ഞാൻ സ്ത്രീയാണെന്നൊന്നും നോക്കില്ല. ആ വിചാരം കൃഷ്ണനേ ഉള്ളൂ. കപിലച്ചിറ്റേ, കൃഷ്ണനും ഞാനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാം. നിങ്ങൾ രാധയുടെ നേർക്ക് കൈയോങ്ങിയാൽ ഞാൻ നിങ്ങളെ അപ്പോൾ വധിക്കും. കൃഷ്ണൻ നിങ്ങളെ കൊല്ലാതെ കൊല്ലും. അത്രയേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ രാധയെ അവിടെ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, വേണ്ട ജ്യേഷ്ഠ, ഞാൻ പൊയ്ക്കൊള്ളാം ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനും ബലരാമനും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കൊണ്ടാക്കും. കപിലയുടെ കൈ അപ്പോഴും വല്ലാതെ വേദനിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ആ കപിലച്ചിറ്റയുടെ കൈ അങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ എങ്ങനെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ അവർ നടന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ബലരാമൻ ജ്യേഷ്ഠനാണ് പറഞ്ഞത്. വൃഷഭാനുവും അദ്ദേഹത്തിന്റെ പത്നിയും എല്ലാവരും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ രാധ, ഇവളുടെ നേർക്ക് ആര് കൈപൊക്കിയാലും ഞങ്ങൾ സഹിക്കില്ല. ഇവൾ അയ്യന് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണൊക്കെയാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ രാധക്കാരെയാണോ ഇഷ്ടം അവരെ മാത്രമേ രാധ വിവാഹം കഴിക്കൂ. രാധേ, നീ കേൾപ്പോ എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമൻ ജ്യേഷ്ഠനും കൂടെ തിരിച്ചുപോയി. അപ്പോഴത്തേക്ക് കപിലച്ചിറ്റ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, ഇതിനി അനുവദിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് പോലെ ഇപ്പം ഈ നിമിഷം ചെയ്യണം. വൃഷഭാനുവും അസ്വസ്ഥനായി. അതെ, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. രാധ ഇങ്ങനെ പോയാൽ പറ്റില്ല. രാധയുടെ ഈ പോക്ക് ശരിയില്ല. അപ്പോൾ കപിലച്ചിറ്റ എടുത്ത് പറഞ്ഞു, ഞാൻ എന്താണ് ഇവളെ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇവളെ ഉപദ്രവിച്ചാലല്ലേ പ്രശ്നം. അതെ, ഇവളെ ഉപദ്രവിക്കണ്ട. പകരം ഇവളെ ഈ മുറിയിൽ ബന്ധിക്കുക. ഇവക്ക് ഭക്ഷണവും ഒന്നും കൊടുക്കരുത്. വിശന്ന് വലഞ്ഞ് ഇവള് കിടക്കട്ടെ. ഒരു ദിവസം മുഴുവനും ഇവള് വിശന്ന് വലഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണിയെ ഒരു മുറിക്കുള്ളിൽ ഇവരടച്ചിട്ടു. ഒറ്റ ഭക്ഷണവും കൊടുക്കുന്നില്ല രാധാറാണിക്ക്. രാധാറാണി ഇങ്ങനെ കട്ടിലിൽ കൃഷ്ണനെ ഓർത്തോർത്ത് രാധാറാണി ഒന്ന് മയങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ശിരസിൽ ആരോ തലോടുന്നത് പോലെ തോന്നി. രാധാറാണി ഒന്ന് കണ്ണു തുറന്നപ്പോൾ മഞ്ഞ പീതാംബരം, തലയിൽ മയിൽപ്പീലി, കയ്യിൽ ഓടക്കുഴലുമായി ഇരിക്കുന്നു കണ്ണൻ. രാധാറാണി ചാടി എങ്ങനെ, കൃഷ്ണ, നീ എങ്ങനെ വന്ന്? നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ദുർമന്ത്രവാദിയാണ്, ഞാൻ മാജിക്കുകാരനാണ്. ഈ കൃഷ്ണൻ എങ്ങനെയും എവിടെയും എത്തും. രാധേ, ഒരു നിമിഷം നീ കണ്ണടയ്ക്കൂ. അപ്പൊ രാധാറാണി കണ്ണടച്ചു. അപ്പൊ കൃഷ്ണൻ രാധാറാണിയുടെ മുമ്പിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഓം ഓം ക്രീം 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 ക്രീം. രാധേ, നീ കണ്ണു തുറക്കൂ. അപ്പൊ രാധാറാണി കണ്ണു തുറന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഓ, ഇതെന്ത് കൃഷ്ണ, നീ ഇതെങ്ങനെ കൊണ്ടുവന്നു? വിഭവസമൃദ്ധമായ സദ്യ. രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ. കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയതാണ്. അല്ല, എന്നെ പൂട്ടിയിട്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേ നോക്കൂ എൻ്റെ കവിളിൽ. അതേ, കൃഷ്ണന്റെ കവിളിൽ രാധാറാണിയുടെ മുടി. അപ്പോൾ രാധാറാണി അത്ഭുതപ്പെട്ടു, കൃഷ്ണ, നീ ശരിക്കും മാജിക്കുകാരനാണോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതെ, ശരിക്കും ഞാൻ മാജിക്കുകാരനാണ്. മാജിക്കുകാരി, നീ ഇത് കഴിക്ക്. കാരണം നീ കഴിച്ചാലേ കൃഷ്ണന് കഴിക്കാൻ പറ്റൂ.
നീ വിശന്നിരിക്കുമ്പോൾ എനിക്കെങ്ങനെ ആഹാരം കഴിക്കും? ഈ കുറുനരി വന്ന് എൻ്റെ കവിളിൽ തട്ടിയില്ലെങ്കിലും എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടില്ലെങ്കിൽ എനിക്കറിയാം രാധേ നീ വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം, കഴിക്ക്. അപ്പോൾ പറഞ്ഞു കണ്ണാ നീയും കഴിക്ക്. അങ്ങനെയല്ല, നീ കഴിക്കണം, കഴിച്ചിട്ട് എനിക്ക് ബാക്കി തരണം. അതേ, എന്നും എനിക്ക് നിന്റെ പ്രസാദം കഴിക്കുന്നതാണ് ഇഷ്ടം. രാധാറാണി വയറ് നിറയെ ഭക്ഷിച്ചു, കൃഷ്ണനും ഭക്ഷിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാധാറാണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു, രാധാറാണിയെ ചേർത്ത് വെച്ചു. അപ്പോൾ രാധാറാണി പറഞ്ഞു, എനിക്ക് സന്തോഷമായി കൃഷ്ണ, എൻ്റെ ആഗ്രഹം എന്നെ ഇനി തുറന്നു വിടണ്ടെന്നാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതെന്താ? അങ്ങനെ ആവുമ്പോ എനിക്ക് നിന്നെ എപ്പോഴും കിട്ടുമല്ലോ, ഇത്രയും സ്വാദുള്ള നിന്റെ കൈകൊണ്ട് വെച്ച ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പൊ കൃഷ്ണൻ രാധാറാണിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, രാധേ നീ എൻ്റെ സർവസ്വവുമാണ്. നിനക്കൊരാപത്ത് വന്നാൽ എപ്പോഴും ഏത് സമയത്തും കൃഷ്ണൻ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിന്റെ സമീപത്തെത്തിയിരിക്കും രാധേ. ഇത് ഈ കൃഷ്ണൻ തരുന്ന വാക്കാണ്. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, അതേ ഞാൻ ദുർമന്ത്രവാദിയാണ്, ഞാൻ മാജിക്കുകാരനാണ്, കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ രാധേ കണ്ണടയ്ക്കൂ. അപ്പൊ രാധാറാണി കണ്ണടച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഓം ക്രീം 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 ധും. അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ടും കൃഷ്ണൻ കണ്ണു തുറക്കാൻ പറയുന്നില്ല. പക്ഷെ രാധാറാണി പതുക്കെ ഒരു കണ്ണെന്ന് തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. രണ്ട് കണ്ണും തുറന്നു നോക്കി, കൃഷ്ണനില്ല. അപ്പൊ രാധാറാണി വിചാരിച്ചു, ഇവൻ എവിടുന്ന് വന്ന്, ഇവൻ എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു? അപ്പോൾ ആ വാചകം മുഴങ്ങി, ഞാൻ മാജിക്കുകാരനാണ്, ഞാൻ മാജിക്കുകാരനാണ്, ഞാൻ എവിടെയും വരും, ഞാൻ എവിടെ നിന്നും എങ്ങനെയും പോകും. രാധാറാണി ഒരു പുഞ്ചിരിയോടെ തന്റെ കട്ടിലിലേക്ക് കിടന്നു, മനസ്സുകൊണ്ട് കൃഷ്ണനെ വാരിപ്പുണർന്നുകൊണ്ട്. ഈ സമയം മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞ രാധാറാണിയുടെ കൊച്ചു കഥ. ഇനി നമുക്ക് യഥാർത്ഥ രാധയുടെ പ്രണയം നിർത്തിയെടുത്തേക്ക് നമുക്ക് കടക്കാം. എന്താണെന്ന് നോക്കാം, ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പോൾ കൃഷ്ണൻ ദ്രൗപദിയുടെ അടുക്കൽ നിന്ന് നടന്ന് ആ വാതിൽക്കൽ എത്താറായപ്പോഴാണ് ദ്രൗപദി വിളിക്കുന്നു, ഗോവിന്ദ. കൃഷ്ണൻ ആ വിളി കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം വളരെ അടുപ്പമുള്ളവരും മാത്രം വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഗോവിന്ദ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ തിരിച്ചു വിളിച്ചു, കൃഷ്ണേ. ദ്രൗപദിയുടെ പേരാണ് കൃഷ്ണ. അപ്പോൾ വളരെ അടുപ്പമുള്ളവരെ വിളിക്കൂ. അപ്പൊ ചോദിച്ച് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഗോവിന്ദ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്താണ്? ചോദിച്ചുകൊള്ളൂ. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, ആരാണ് രാധ? രാധ ആരാണ്? കൃഷ്ണൻ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് നിന്നു. അതിനുശേഷം ദ്രൗപദിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഒരു 2 ചുവട് മുന്നോട്ട് നടന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധ ആരാണ്? ആരാണ് രാധ? ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ദ്രൗപദി നീ ചോദിച്ചിരിക്കുന്നത്. ഒന്നു മാത്രം നീ അറിയുക, കൃഷ്ണനും രാധയും രണ്ടും രണ്ടല്ല. രാധയ്ക്കപ്പുറം കൃഷ്ണൻ ഒരു ലോകമില്ല. അപ്പൊ ദ്രൗപദി പറഞ്ഞു, ഗോവിന്ദ രാധയ്ക്കപ്പുറം മറ്റൊരു ലോകമില്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് രുക്മിണിയെയും ശൈബിയെയും വിവാഹം ചെയ്തത്? കൃഷ്ണൻ പറഞ്ഞു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ഈ കൃഷ്ണന്റെ ശരീരം പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ശരീരം ഭാര്യ എന്ന നിലയിൽ രുക്മിണിക്കുണ്ട്, ശൈബ്യയ്ക്കും ഭാര്യ എന്ന നിലയിലുണ്ട്. ബലരാമൻ ജ്യേഷ്ഠൻ ഒരു ജ്യേഷ്ഠനായിട്ട് ഈ ശരീരം കൊടുക്കും ഞാൻ. ദ്രൗപദി ഒരു സഹോദരിയുടെയും സുഹൃത്തിന്റെയും ഒക്കെ സ്ഥാനത്തായി നിന്ന് നിനക്കും ഞാൻ ഇത് തരും. നിന്റെ പിതാവിനും എനിക്ക് സൗഹൃദമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ കൊടുക്കും. എന്നെ ആശ്രയിച്ചു വരുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ശരീരം കൊടുക്കും. പക്ഷേ എൻ്റെ ആത്മാവ് അത് രാധയ്ക്കുള്ളതാണ്. കാരണം എൻ്റെ ആത്മാവ് രാധ തന്നെയാണ്. ദ്രൗപദി
നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ആത്മാവ് രാധ തന്നെയാണ്. ദ്രൗപദി അമ്പരന്ന് നിൽക്കുകയാണ്. കൃഷ്ണ, എനിക്ക് മനസ്സിലാകുന്നില്ല, നീ ഇത്രമേൽ രാധയെ പ്രണയിക്കുന്നു. അത് പ്രണയമെന്നാണോ പറയേണ്ടത്? അതിനുമൊക്കെ അപ്പുറമാണ്. ഈ ദേഹം മാത്രമേ ഉള്ളൂ. ആത്മാവായി അവള് തിളങ്ങുകയാണ്. ആ തിളക്കം നഷ്ടപ്പെടുന്ന നിമിഷം ഈ കൃഷ്ണനും ഇല്ലാതാകും ദ്രൗപദി. അത് നീ അറിയുക. കൃഷ്ണ, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്റെ സഹോദരൻ പറയുന്നു രാധ ദൈവമാണെന്ന്. കൃഷ്ണ, രാധ ദൈവമാണോ? അപ്പൊ കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ ദൈവമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ദ്രൗപദി, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ആ ചോദ്യം ദ്രൗപദി ഒന്ന് പിടിച്ചു കുലുക്കി. പെട്ടെന്ന് ഉത്തരം പറയാൻ ദ്രൗപദിക്ക് പറ്റുന്നില്ല. പറയൂ ദ്രൗപദി, ഒരു കാര്യം, ഞാൻ ദൈവമാണോ അല്ലയോ? ദ്രൗപദി പറഞ്ഞു, കൃഷ്ണ, നീ വല്ലാത്ത കൗശലക്കാരനാണ്. ചോദിച്ച ചോദ്യത്തിൽ നിന്ന് നീ മറികടക്കുകയല്ലേ? അല്ല. നോക്കൂ ദ്രൗപദി, ഈ കൃഷ്ണനെ ആരാണോ യാതൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത്, ഈ കൃഷ്ണനെ ആരാണോ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത്, അവരെല്ലാം ദേവതകളായിരിക്കും, ദേവന്മാരുമായിരിക്കും. യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നത് ഓരോന്നിനു വേണ്ടിയാണ്. നോക്കൂ, ഇപ്പൊ ദ്രൗപദി, നീ എന്നെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിന്റെ അച്ഛന്റെ ശപഥം നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. രുക്മിണി എന്നെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എപ്പോഴും അവളുടെ അടുക്കൽ ഉണ്ടായി അവളോടൊത്ത് കഴിയണം ഞാന്, അവൾക്കൊരു വീരപുരുഷനെ കിട്ടണമെന്നതുകൊണ്ടാണ്. ശൈബിയെ ഞാൻ എന്തുകൊണ്ടാണ് എന്ന് മാത്രവുമല്ല, ശിശുപാലന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കുകയും ചെയ്തു. ശൈബിയയും അതുപോലെ തന്നെയാണ്. ശൈബിയയ്ക്കും മറ്റൊരാശ്രയമില്ലാതെ വന്നു. അവർക്കെല്ലാം എന്നെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് വേണം. ഇനി ഭാവിയിലായാലും ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നത് ഒന്നുകിൽ ഞാൻ ദൈവമെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന ലോകത്തേക്ക് വരാനായിരിക്കും. അത് വൈകുണ്ഠമോ ഗോലോകമോ എന്തായാലും അവിടെ നല്ലൊരു സുഖം കിട്ടുമെന്ന് കരുതിയായിരിക്കും. പക്ഷേ രാധ എന്നെ സ്നേഹിക്കുന്നത് ദ്രൗപദി യാതൊന്നിനും വേണ്ടിയല്ല. എന്റെ സ്നേഹം പോലും അവൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇവരെയൊക്കെ സ്നേഹിച്ചിട്ടും ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോഴും അവൾ എന്നെ കാത്തിരിക്കുകയാണ്. ദ്രൗപദി, ഒരിക്കലും ഞാൻ തിരിച്ചു ചെല്ലില്ല എന്നറിയാം. എന്നിട്ടും എന്നെ കാത്തിരിക്കുകയാണ് രാധ. അതാണ് രാധ. അതെ, ആ അർത്ഥത്തിൽ അവൾ ദൈവം തന്നെയാണ്. ബാക്കി നീ തീരുമാനിക്കുക. കൃഷ്ണ, എനിക്ക് രാധ ദൈവമൊന്നുമല്ല. കൃഷ്ണൻ പറഞ്ഞു, ആയിക്കോട്ടെ. അല്ല കൃഷ്ണ, ഞാൻ ചോദിക്കട്ടെ, നാടോടി പാട്ടുകാരിൽ നിന്ന് ഞാൻ കേട്ടതാണ് ഈ രാധ എന്ന് പറയുന്നത് ഒരു അയ്യൻ എന്ന് പറയുന്ന ആൾക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. അങ്ങനെ മറ്റൊരാളെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന രാധ, കൃഷ്ണ നിന്നെ സ്നേഹിച്ചത് ശരിയാണോ? അതാണോ ദൈവത്തിന്റെ സ്വഭാവം? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എനിക്ക് അവരെ ദൈവം എന്ന് വിളിക്കാൻ പറ്റും? കൃഷ്ണൻ പറഞ്ഞു, രാധ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഏതൊരു സ്ത്രീയും അവൾ അറിവില്ലാത്ത സമയത്ത് അവരുടെ മാതാപിതാക്കൾ ആർക്കെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കേണ്ട ബാധ്യത ഒരു സ്ത്രീക്കുമില്ല. വളർന്നു വലുതായാലും ദ്രൗപദി സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മാതാപിതാക്കൾ ഉറപ്പിക്കുന്ന വിവാഹം അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അത് ശരിയല്ല. എപ്പോഴും അവൾക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാധയ്ക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പാണ് അയ്യനുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. അത് പാലിക്കേണ്ട ആവശ്യം രാധയ്ക്കില്ല. രാധ കണ്ടിട്ട് പോലുമില്ല അയ്യനെ. അല്ല ദ്രൗപദി, നീയാണെങ്കിൽ എന്തു ചെയ്യും? അപ്പൊ ദ്രൗപദി പറഞ്ഞു, ഞാൻ രാധയെ പോലല്ല. എന്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരാളെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇതിന്റെ ഉത്തരം പറയേണ്ടത് ഞാനല്ല, ഇതിന്റെ ഉത്തരം പറയേണ്ട ആളുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഇതിന്റെ ഉത്തരം പറയേണ്ടത് നീയാണ്.
അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ശാരിക പറന്നു കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണന് വേണ്ടി. അപ്പോൾ ദ്രൗപദി ഇങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. ഈ കൃഷ്ണൻ എന്താ പറയുന്നത്? കൃഷ്ണൻ പറഞ്ഞു, അല്പം കാത്തു നിൽക്കൂ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശാരിക പക്ഷി വന്ന് കൃഷ്ണന്റെ കയ്യിലിരുന്നു. മറ്റുള്ളവർക്ക് ദൂതയക്കുന്നത് പ്രാവിലാണ്, കൃഷ്ണൻ അയക്കുന്നത് മാത്രമാണ് ശാരികയിൽ തത്തമ്മ. കൃഷ്ണൻ ആ തത്തമ്മയിൽ നിന്ന് ആ സന്ദേശം എടുത്തിട്ട് കൃഷ്ണൻ വായിക്കാതെ ദ്രൗപദിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദ്രൗപദി ഇത് നിനക്കുള്ള സന്ദേശമാണ്. അപ്പോൾ ദ്രൗപദി ആ സന്ദേശം എടുത്തു. ആ സന്ദേശം എടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നു, ദ്രൗപദി, ഒരു പുരുഷനെ മാത്രമേ ധ്യാനിക്കൂ എന്ന് നീ പറയുന്നത് കള്ളമാണ്. ദ്രൗപദി, നീ ഇപ്പോൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് എന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അതിനെ തെറ്റായി കാണുന്ന ദ്രൗപദി, നീ അനേകം പേരെ ഒരേ സമയം മനസ്സിൽ സൂക്ഷിക്കേണ്ടി വരും. ഒന്നിൽ കൂടുതൽ പേരെ നീ നിന്റെ ശരീരത്തിൽ സ്പർശിച്ചിരിക്കും. ഇത്രയുമായപ്പോൾ ദ്രൗപദി പറഞ്ഞു, കൃഷ്ണ, എന്ത് അസംബന്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്? എന്ത് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ദ്രൗപദി ഉറച്ച തീരുമാനമുള്ള പെണ്ണാണ്. ഈ ദ്രൗപദി ആരുടെ കഴുത്തിൽ താലി കെട്ടുന്നു അവൻ മാത്രമായിരിക്കും ഈ ശരീരത്ത് തൊടുന്നത്. അല്ലാതെ ഒന്നിൽ കൂടുതൽ പേരെ ദ്രൗപദി മനസ്സിൽ കൊണ്ട് നടക്കില്ല. ഒന്നിൽ കൂടുതൽ പേര് ഈ ശരീരത്ത് തൊടില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദി, രാധ ദൈവമാണ്, നീ ദൈവമല്ല. രാധയുടെ വാക്കുകൾ, ദൈവത്തിന്റെ വാക്കുകൾ വീൺവാക്കാകുമോ എനിക്കറിയില്ല. അതിനെല്ലാം ഉത്തരം തരേണ്ടത് ദ്രൗപദി കാലമാണ്. അപ്പൊ ദ്രൗപദി പറഞ്ഞു, കാലമല്ല ഉത്തരം തരേണ്ടത്. അപ്പൊ കൃഷ്ണൻ രണ്ടടി മുന്നോട്ട് വെച്ചു. അപ്പൊ പറഞ്ഞു, നിൽക്കൂ കൃഷ്ണ, ഈ ദ്രൗപദി ആരുടെ കഴുത്തിൽ താലി കെട്ടുന്നുവോ അവൻ മാത്രമായിരിക്കും എന്റെ പുരുഷൻ. മറ്റൊരാൾക്കും എനിക്ക് എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല. കൃഷ്ണ, നീ നിന്റെ രാധയ്ക്ക് ഒരു സന്ദേശം അയച്ചേക്കൂ. രാധയുടെ എല്ലാ പ്രവചനങ്ങളും തെറ്റും. ഈ ദ്രൗപദി ഒരാളുടെ ദേഹത്തെ തൊടൂ, ഒരാളെ മാത്രമേ മനസ്സിൽ ധ്യാനിക്കൂ. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് വീണ്ടും നടന്നു. നടന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ദ്രൗപദി, ഒരാളെ മാത്രമേ മനസ്സിൽ കൊണ്ട് നടക്കൂ. ഒന്നിൽ കൂടുതൽ പേര് ദ്രൗപദിയുടെ ദേഹത്തു തൊടില്ല. പക്ഷേ രാധ പറയുന്നു തൊടും. ദ്രൗപദി, ഗോവിന്ദൻ പോകട്ടെ. ഗോവിന്ദൻ നടന്നകന്നു. ദ്രൗപദിക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി. ദ്രൗപദി വിചാരിച്ചു, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഈ കൃഷ്ണൻ ഇവിടെ നിന്ന് രാധ എന്ന് വിളിച്ചപ്പോൾ അന്ന് വൃന്ദാവനത്തിൽ ഇരിക്കുന്ന രാധ കേട്ടെന്നോ? ഈ സന്ദേശം വന്നെന്നോ? അറിയാതെ ദ്രൗപദിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണര് പാഞ്ഞുപോയി. അതെ, ഇനി ഈ കൃഷ്ണൻ പറയുന്നത് ശരിയാണോ? അവള് ദൈവമാണോ? രാധ ദൈവമാണോ? വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. ഹേയ്, ഏത് ദൈവമാണെങ്കിലും ഞാൻ ഒരാളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. ഇല്ല, അങ്ങനെ സംഭവിക്കാനിടയില്ല. അതിനുശേഷം രാധാറാണി അവിടെ നിന്ന് വീണ്ടും, രാധാറാണിയല്ല, ദ്രൗപദി തൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകാൻ പോയപ്പോൾ കൃഷ്ണൻ ഒന്നും കൂടെ തിരിച്ചു വന്നിട്ട് ദ്രൗപദിയോട് പറഞ്ഞു, ദ്രൗപദി, ഒരു കാര്യവും കൂടെ നിന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്രൗപദി പറഞ്ഞു, എന്താണ്? അപ്പോൾ പറഞ്ഞു, ശിഖണ്ഡി, അവൻ തികഞ്ഞ രാധാഭക്തനാണ്. അവൻ രാധയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെയാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്. ശിഖണ്ഡിയും കൂടി ഇല്ലെങ്കിൽ സ്വയംവരം പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദ്രൗപദി, നീ ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിശ്ചയമായും നിന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. അത് നടന്നിരിക്കും. പക്ഷേ ശിഖണ്ഡി ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം സമാധാനപരമായി നടക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനൊരു യുദ്ധം വേണ്ടിവരും. ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക. രാധയുടെ ഭക്തരാരൊക്കെയാണോ അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നിട്ട് വീണ്ടും രണ്ടടി നടന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ദ്രൗപദി, രാധ ദൈവമാണെന്ന് നീ പറയുന്ന ഒരു ദിവസം വരും. ആ രാധയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കും.
നിന്നെ രക്ഷിക്കുന്നത് ഞാനായിരിക്കില്ല, ഒരു ഘട്ടത്തിൽ രാധയായിരിക്കും. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ നീ ദൈവമാണെന്ന് പറഞ്ഞു ഭാവി പ്രവചിക്കാൻ തുടങ്ങിയോ? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് കൃഷ്ണനല്ല, ഗോവിന്ദൻ, രാധയുടെ ഗോവിന്ദൻ, രാധയുടെ ഗോവിന്ദനാണ് പറഞ്ഞത്. എന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ തന്റെ ചൂണ്ടുവിരൽ കറക്കി കറക്കി നടന്നുപോയി. അപ്പോൾ ദ്രൗപദി അമ്പരന്ന് നോക്കി. ഈ കൃഷ്ണനും ഈ രാധയും ഒരു കടങ്കഥ തന്നെയാണ്. ദ്രൗപദി അങ്ങനെ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, വാസുദേവൻ വന്നു. വാസുദേവൻ വന്നിട്ട് പറയുന്നു, ഈ കല്യാണം ഭംഗിയായി സ്വയംവരം നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദ്രുപദൻ പറഞ്ഞു, വിശ്വസിക്കരുത്, ചതിക്കും, അവനൊരു മാന്ത്രികനാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ലച്ചാ, കൃഷ്ണൻ എനിക്ക് വാക്ക് തന്നതാണ്. മകളെ, കൃഷ്ണൻ നിനക്ക് എന്ത് വാക്കാണ് തന്നത്? അപ്പോൾ പറഞ്ഞു, ജരാസന്ധൻ ഒരു കാരണവശാലും എന്നെ തട്ടിക്കൊണ്ടു പോവില്ല, ദുര്യോധനൻ എന്നെ വിവാഹം കഴിക്കുകയുമില്ല, പക്ഷേ അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. അപ്പൊ ചോദിച്ചു, എന്താണ് ഉപകാരം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ശകുനിയും അശ്വത്ഥാമാവും അങ്ങയെ കാണാൻ വരും, അങ്ങ് നിരസിക്കരുത്. അശ്വത്ഥാമാവിനോട് ഒരു നിബന്ധന അച്ഛൻ മുന്നോട്ട് വെക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞു. കുരുവംശത്തിൽപ്പെട്ട ഒരാള് എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ദ്രോണർ ഹസ്തിനപുരം വിട്ടു പോകാൻ പാടില്ല എന്ന് അശ്വത്ഥാമാവ് തന്റെ പിതാവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. അപ്പോൾ ദ്രുപദം പറഞ്ഞു, ഇതെന്ത് അസംബന്ധമാണിത് പറയുന്നത്? ഒരു ശ്വാസത്തിൽ പറയുന്നു ദുര്യോധനൻ വിവാഹം കഴിക്കുകയില്ല, ദ്രൗപദിയെ വിവാഹം കഴിക്കില്ല. അതേ ശ്വാസത്തിൽ പറയുന്നു കുരുവംശത്തിലെ രാജാവ് വിവാഹം കഴിച്ചാൽ ദ്രോണര് വിട്ടുപോകരുതെന്ന്. കുരുവംശത്തിൽ ഒരു രാജാവല്ലേ ഉള്ളൂ, ദുര്യോധനൻ. അപ്പൊ ആ ദുര്യോധനൻ രാജാവാകുമ്പോൾ അവൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറയുന്നു, കഴിച്ചാൽ വിട്ടുപോകത്തില്ല എന്ന് പറയുന്നു. ഇതെന്താണ് ദ്രൗപദി? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അച്ഛാ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഗോവിന്ദന്റെ ഉള്ളിലുണ്ട്. ഗോവിന്ദൻ ഒരു കടങ്കഥയാണ് അച്ഛാ, ഗോവിന്ദൻ തന്നെ അത് സ്വയം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തോ ആയിക്കൊള്ളട്ടെ, നിനക്ക് വിശ്വാസമുണ്ടോ കൃഷ്ണനിൽ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ദൃഷ്ടദ്യുമ്നനോട് ചെന്ന് പറയൂ, എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യാൻ. ദ്രൗപദി, നീ പറയുന്നത് എന്തും ഇപ്പോൾ ഈ അച്ഛൻ അനുസരിക്കും. അപ്പൊ ദ്രൗപദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിതാശ്രീ, ഞാനൊന്ന് പറയട്ടെ, ശിഖണ്ഡിയെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അവനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ദ്രുപദൻ വീണ്ടും കോപിഷ്ഠനായി. അവനെ ഒരു കാരണവശാലും ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. എന്റെ ശത്രുവായ ദ്രോണരെ അഭയം പ്രാപിച്ച അവനോട് ഞാൻ ക്ഷമിക്കില്ല. അപ്പോൾ പറഞ്ഞു, പിതാശ്രീ, അവനെ ഒരു പുരുഷനാക്കി മാറ്റിയത് കൃഷ്ണനും ദ്രോണരും എല്ലാം ചേർന്നാണ്. അവൻ ഈ പുരുഷനല്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വന്നേനായിരുന്നു. ഈ ദ്രോണാചാര്യര് അവൻ ചെന്നപ്പോൾ വേണമെങ്കിൽ ശത്രുവിന്റെ മകനാണെന്ന് പറഞ്ഞ് അവനെ നിർദാക്ഷിണ്യം കൈവിടാം, അപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നോക്കൂ പിതാശ്രീ, ഞാൻ ഒന്ന് പറയുന്നു, കൃഷ്ണൻ എന്നോട് പറഞ്ഞു അവൻ രാധാഭക്തനാണ്. രാധയില്ലാതെ കൃഷ്ണൻ നിസ്സഹായനാണ്. ഒരു രാധാഭക്തനെ അപമാനിക്കുന്ന ഒന്നും കൃഷ്ണൻ സഹിക്കില്ല. നോക്കൂ പിതാശ്രീ, രാധ എന്നാൽ നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ് കൃഷ്ണന്. അതുകൊണ്ട് തന്നെ രാധാഭക്തനായ ശിഖണ്ഡിയെ പിണക്കുന്നത് നല്ലതല്ല. കൃഷ്ണൻ വല്ലാതെ അസ്വസ്ഥനാണ് ഈ കാര്യത്തിൽ. ദ്രുപദൻ ചിന്തിച്ചു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ദ്രൗപദിയുടെ മനസ്സ് മാറിയിരിക്കുന്നു, അല്ലേ? ശിഖണ്ഡിയുടെ മനസ്സ് മാറിയിരിക്കുന്നു. തന്റെ ശത്രുവായ ദ്രോണരുടെ മനസ്സ് പോലും മാറി തന്റെ മകനെ സ്വീകരിച്ച് പുരുഷനാക്കിയിരിക്കുന്നു. ഞാൻ മാത്രം മാറിയിട്ടില്ല. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശകുനിയും അശ്വത്ഥാമാവും വരുന്നു എന്നറിയിച്ചു. അപ്പോൾ പറഞ്ഞു, അവര് വരാൻ പറഞ്ഞു. അവര് കുറെ കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. ഈ സമയത്ത് ദ്രൗപദി എന്ന് ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ശിഖണ്ഡിയെ കൊണ്ടുവരണം. അപ്പൊ ശിഖണ്ഡിയെ കൊണ്ടുവരാനോ?
അതെ, അവൻ കൃഷ്ണന്റെ പാളയത്തിലുണ്ട്. അവിടം വിട്ട് അവൻ പോയിട്ടില്ല. സത്രാജിത്തിനെ വിടൂ, എത്രയും പെട്ടെന്ന് ശിഖണ്ഡിയെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? സത്രാജിത്ത് കൃഷ്ണന്റെ അടുക്കലേക്ക് പോയി. നിശ്ചയമായും അവിടെ ചെന്നപ്പോൾ ശിഖണ്ഡി ഉണ്ട്. അപ്പോൾ ശിഖണ്ഡിയോട് പറഞ്ഞു, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത്. അച്ഛൻ സമ്മതിച്ചു നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ശിഖണ്ഡി പറഞ്ഞു, അച്ഛൻ സമ്മതിച്ചോ? അതെ, അച്ഛൻ സമ്മതിച്ചു, നീ എന്നോടൊത്ത് വരൂ. ശിഖണ്ഡി തേരിൽ കയറി ഇരുന്നിട്ട് ശിഖണ്ഡി 2 കൈകളും കൂപ്പിയിട്ട് പറഞ്ഞു, അമ്മേ രാധാറാണി അമ്മേ, അമ്മയുടെ അത്ഭുതങ്ങൾ കന്തമില്ല. ഇത് കേട്ട് കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. അതെ, ശിഖണ്ഡിയെയും കൊണ്ടൊരു ആ രഥം ഇങ്ങനെ പോയി. അപ്പോൾ അതിലിരുന്നു കൊണ്ട് ശിഖണ്ഡി പറഞ്ഞു, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ. ശിഖണ്ഡി എപ്പോഴെങ്കിലും ഒരു കഠിന രാധാഭക്തനായിരുന്നുവെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇത് റിസർച്ചിലേക്ക് എന്നെ സഹായിച്ചത് ഈ പ്രപഞ്ചം മുഴുവൻ കീഴടക്കുന്ന സാക്ഷാൽ ഗോലോകത്തെ രാധാറാണി കൃഷ്ണൻ വൃന്ദാവനം വിട്ടതിന് ശേഷം എങ്ങുമെത്താതെ വൃന്ദാവനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. അതിനും അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ റിസർച്ചിലൂടെയാണ് എൻ്റെ ഊഹങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ നിങ്ങൾ നോക്കുക, കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര് വന്നു? ശകുനിയും അശ്വത്ഥാമാവും എല്ലാം വന്നു. അപ്പൊ ശകുനി ദ്രുപദന്റെ കാൽക്കൽ വീണു. അശ്വത്ഥാമാവ് കൈകൾ കൂപ്പി തൊഴുതു. എന്നിട്ട് കടക്കണ്ണിട്ട് ദ്രൗപദിയെ നോക്കി, എന്തൊരു സുന്ദരിയാണിത്. അപ്പോൾ ദ്രുപദൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? അപ്പോൾ നമ്മുടെ ശകുനി വന്നു, അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ വന്നത് മറ്റൊന്നിനുമല്ല. ദുര്യോധനനുണ്ടല്ലോ, ദുര്യോധനന് ദ്രൗപദിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമാണ്. നോക്കൂ ദ്രുപദ രാജാവേ, ദുര്യോധനന് ദ്രൗപദിയെ നൽകുകയാണെങ്കിൽ അവൾ കുരുവംശത്തിന്റെ രാജ്ഞിയായിരിക്കും. കുരുവംശത്തിൽ ഒരേ ഒരു രാജ്ഞിയെ കാണൂ, അത് ദ്രൗപദിയായിരിക്കും. പിന്നെ കുരുവംശവും പാഞ്ചാലവും കൂടെ ചേർന്നാൽ ഈ ഭാരതഖണ്ഡം മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും. അവൾ അവിടെ ചക്രവർത്തിനിയായി വാഴും. ദ്രൗപദിയുടെ മകന് രാജ്യാവകാശം ലഭിച്ചിരിക്കും. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? അത് ഞങ്ങളൊരു പരീക്ഷണം വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ ആര് ജയിക്കുന്നു അവർക്ക് ദ്രൗപദിയെ കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല, ഒരു വില്ലാളി വീരനെ മാത്രമേ ദ്രൗപദി വിവാഹം കഴിക്കൂ. അപ്പോൾ ശരിക്കും ശകുനിയും അശ്വത്ഥാമാവും ഒന്ന് ഞെട്ടി. പക്ഷെ പെട്ടെന്ന് ശകുനി സ്വതസിദ്ധമായി തന്റെ താളം വീണ്ടെടുത്തിട്ട് പറഞ്ഞു, അതിനെന്താണ്, എന്റെ മകൻ ദുര്യോധനൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ. അതേ, മകനെ എന്നാണ് എപ്പോഴും വിളിക്കുന്നത്, മകനല്ല. അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അവൻ വില്ലാളി വീരനാണ്. അവനെ വെല്ലാൻ മറ്റാരാണുള്ളത്? അപ്പൊ ദ്രുപദൻ പറഞ്ഞു, ഏറ്റവും വലിയ വില്ലാളി വീരൻ കർണനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കർണൻ വന്നാലോ? അപ്പൊ ശകുനി പറഞ്ഞു, കർണനോ? അവൻ സൂതപുത്രൻ ഇവിടെ എന്താണ് കാര്യം? പിന്നെ മഹാരാജാവേ, ഞാൻ പറയട്ടെ, ഈ കർണനേക്കാൾ വില്ലാളി വീരനാണ് സാക്ഷാൽ ദുര്യോധനൻ. അവൻ ഇത് ജയിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. അശ്വത്ഥാമാവേ, ആ പഴയ മുറിവൊന്നുണക്കണ്ടേ, നിന്റെ പിതാശ്രീയുമായുള്ളത്. നീ വരൂ, നീ വന്ന് സംസാരിക്കൂ മകനെ. അപ്പൊ അശ്വത്ഥാമാവ് വന്നിട്ട് പറഞ്ഞു, ശരിയാണ്, എന്റെ പിതാശ്രീയും അങ്ങും തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, യാതൊരു കാരണവശാലും
കുരുവംശത്തിൽ നിന്നൊരു രാജാവ്, കുരുവംശത്തിൽ നിന്നുള്ള ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ ഒരു കാരണവശാലും എൻ്റെ പിതാശ്രീ ഇവിടം വിട്ടു പോവുകയില്ല. ഇത് ഞാൻ അശ്വത്ഥാമാവ് തരുന്ന വാക്കാണ്. അശ്വത്ഥാമാവേ, ആ വാക്ക് പാലിക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് നല്ല ഉറപ്പുണ്ടോ? നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ. അതേ, ആ ശബ്ദം കേട്ട് അശ്വത്ഥാമാവ് ഞെട്ടിപ്പോയി. എന്ത്? തനിക്ക് പരിചിതമായ ശബ്ദം. അതെ, വളരെ കട്ടിയുള്ള പുരുഷ ശബ്ദം. അശ്വത്ഥാമാവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അതിന്റെ പുറകിലെ കർട്ടൻ നീക്കി അതുവരെ കർട്ടന്റെ പിന്നിലുണ്ടായിരുന്ന ആ മനുഷ്യരൂപം മുന്നിലേക്ക് വന്നു നിന്നിട്ട് അശ്വത്ഥാമാവിനോട് ചോദിച്ചു, അശ്വത്ഥാമാവേ, നടക്കുന്നത് മാത്രമേ പറയാവൂ. ദ്രൗപദിക്ക് നിശ്ചയമായിട്ടും അവിടെ ഒരു സ്ഥാനം, ചക്രവർത്തിനി സ്ഥാനം ഉണ്ടാകുമോ? അങ്ങയുടെ പിതാവ് അത് അംഗീകരിക്കുമോ? കാരണം അങ്ങയുടെ പിതാവിന് ഭാനുമതിയോടാണ് പ്രിയം കൂടുതൽ. ഭാനുമതി ഇപ്പോഴും രാജ്ഞിയാണ്. അങ്ങനെ വരുമ്പോൾ ദ്രൗപദിക്ക് അവിടെ ചക്രവർത്തിനി സ്ഥാനം എങ്ങനെ ലഭിക്കും? അങ്ങയുടെ പിതാവിനെ അവിടെ നിന്ന് പോകാതെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും? നടക്കുന്ന വാക്കുകളാണോ അശ്വത്ഥാമാവേ ഈ പറഞ്ഞിരിക്കുന്നത്? ശകുനിയും അശ്വത്ഥാമാവും കണ്ണുകൾ തുറിച്ചു നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാൻ വയ്യ. ശകുനി പറഞ്ഞു, നീ ഇവിടെ. അത് തന്നെയാണ് അശ്വത്ഥാമാവും പറഞ്ഞത്. നീയോ? അതെ, ആ ആളിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ അമ്പരന്ന് നിൽക്കുകയാണ്. അതെ, ആരാണ് ആ കർട്ടന്റെ പിന്നിൽ നിന്ന്? ദ്രുപദ മഹാരാജാവ് ഇരിക്കുമ്പോൾ തന്നെ ആ ദ്രുപദ മഹാരാജാവിന്റെ സന്നിധിയിൽ വെച്ച് അദ്ദേഹത്തെ മറികടന്ന് അഭിപ്രായം പറയാൻ ധൈര്യം കാണിച്ചതാരാണ്? ആരാണ് ആ വ്യക്തി? ദ്രുപദൻ ഇരിക്കുമ്പോൾ തന്നെ അശ്വത്ഥാമാവിന്റെയും അതോടൊപ്പം ശകുനിയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ട ആ പുരുഷനാരാണ്? കാത്തിരിക്കൂ ചൊവ്വാഴ്ചക്ക്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.